യു എക്സ് ഡിസൈൻ, യു ഐ ഡിസൈൻ ആൻഡ് പ്രൊഡക്റ്റ് ഡിസൈൻ. ഈ 3 ഡെസിഗ്നേഷനും നിങ്ങൾ കേട്ട് കാണുമല്ലേ, എസ്പെഷ്യലി ഇൻ യൂട്യൂബ്സ് ആൻഡ് ജോബ് സൈറ്റ്സ്. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾ ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലൈക്ക് ഒരു സ്വിഗ്ഗിയിൽ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുന്നതും, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ റീൽസ് കണ്ട് സ്ക്രോൾ ചെയ്യുന്നതും, അതുപോലെ തന്നെ ഊബർ ഉപയോഗിച്ച് നിങ്ങളൊരു കാർ ബുക്ക് ചെയ്യുന്നതും. ഈ ആപ്ലിക്കേഷൻ എല്ലാം എത്ര സ്മൂത്ത് ആയിട്ടാണല്ലേ വർക്ക് ചെയ്യുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്? അതുപോലെ തന്നെ ചില ആപ്സുകൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കുന്നുണ്ടായിരിക്കും, ഫ്രസ്ട്രേഷനും വരുത്തുന്നുണ്ടായിരിക്കും, ഇല്ലേ? ഇതിനെല്ലാം പിന്നിൽ 3 പേരുണ്ട്: യു എക്സ്, യു ഐ ആൻഡ് പ്രൊഡക്റ്റ് ഡിസൈനേഴ്സ്. പക്ഷേ നമ്മളിൽ പല പേർക്കും ഇതിന് തമ്മിലുള്ള വ്യത്യാസം അറിയില്ല, അതായത് കോർ ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഇന്ന് നമ്മൾ ഈ 3 കരിയർ ഓപ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചേർന്ന, നിങ്ങളോട് സ്യൂട്ട് ആയിട്ടുള്ള ഒരു കരിയർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം. Hey, welcome back. Now, let's take a look the core definition. First point, UI. UI എന്നാൽ യൂസർ ഇന്റർഫേസ്. അതുപോലെ UX എന്ന് പറഞ്ഞാൽ യൂസർ എക്സ്പീരിയൻസ് എന്നാണ് ഡെഫിനിഷൻ. പ്രൊഡക്റ്റ് ഡിസൈൻ, UI പ്ലസ് UX ആൻഡ് ബിസിനസ് ഗോൾസ്. ഒരു സിമ്പിൾ എക്സാമ്പിളോടെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. നിങ്ങളൊരു വീട് പണിതെന്ന് കരുതുക. ആ വീടിന്റെ ഭംഗി, ലൈക്ക് നിങ്ങൾ പെയിന്റ് യൂസ് ചെയ്തിട്ടുള്ളത്, ഫർണിച്ചർ, ഇതൊക്കെ, അതായത് പുറത്ത് കാണുന്നതല്ല, അത് UI ആണ്. ഇനി ആ വീടിന്റെ ലേഔട്ട്, അതായത് എന്തുമാത്രം വെന്റിലേഷൻസുകളുണ്ട്, കിച്ചണിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് ബെഡ്റൂമിലേക്കുള്ള ഡിസ്റ്റൻസ്, നിങ്ങളുടെ ബെഡ്റൂമിൽ എത്ര വിൻഡോസുകളുണ്ട്, ഇതെല്ലാം UX ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതുപോലെ ആ വീടിന്റെ ബഡ്ജറ്റ്, അതുപോലെ തന്നെ അതിൽ പണിയാൻ ഉപയോഗിച്ച മെറ്റീരിയൽസ്, അത് ലോങ് ടൈം ആണോ, അതുപോലെ തന്നെ ലാഭകരമാണോ, ഇതെല്ലാം നോക്കുന്നതാണ് പ്രൊഡക്റ്റ് ഡിസൈൻ. ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ ഡെസിഗ്നേഷനും പറഞ്ഞു തരാം. ദ UI ഡിസൈൻ, ദ വിഷ്വൽ മാജിക്. UI ഡിസൈൻ ആണ് ഇപ്പോഴത്തെ ഡിജിറ്റൽ ലോകത്തെ ആസ്തെറ്റിക്സ്. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ആദ്യം കാണുന്ന വിഷ്വൽ എലമെന്റ്സ് ആയ ഐക്കൺസ്, ടൈപ്പോഗ്രാഫി, ബട്ടൺസ്, സ്പേസ്, ഇതൊക്കെ UIയിലാണ് പെടുന്നത്. UI ഡിസൈനേഴ്സ് എപ്പോഴും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വിഷ്വൽസിലേക്കും ബ്രാൻഡിങ്ങിലുമാണ്. അതായത് ഒരു കളർ തിയറി, ടൈപ്പോഗ്രാഫി ആൻഡ് പ്രോട്ടോടൈപ്പിംഗ്, ഇതൊക്കെയാണ് ഇവരുടെ സ്കിൽസ് എന്ന് പറയുന്നത്. അതുപോലെ ഫിഗ്മ പോലുള്ള ടൂൾസുകൾ, ഫോട്ടോഷോപ്പ്, അഡോബിന്റെ XD, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആ വീടിന്റെ കാര്യം പറഞ്ഞ പോലെ, ആ വീടിന്റെ ഭംഗി, അതായത് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫർണിച്ചറും അങ്ങനത്തെ കാര്യങ്ങളും, കൂടുതലും ലുക്ക് ആൻഡ് ഫീൽ. ഒരു ഡിജിറ്റൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ്, അതിന്റെ ലുക്ക് ആൻഡ് ഫീല് ഡിസൈഡ് ചെയ്യുന്നത് UI ഡിസൈനേഴ്സ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം, അതിൽ നിങ്ങൾക്കൊരു പോസ്റ്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ആ ഹെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു ചുവപ്പ് നിറമുണ്ട്, അതായത് ആ ബട്ടന്റെ കളർ പെട്ടെന്ന് മാറിയിട്ട് റെഡിലേക്ക് മാറും. അത് UI ഡിസൈനറാണ് ചെയ്യുന്നത്. അതുപോലെ അതിലുള്ള ബട്ടൺസുകൾ തമ്മിലുള്ള സ്പേസ്, ടെക്സ്റ്റുകളുടെ സ്പേസ്, ആ ഫോണ്ട് വിസിബിൾ ആണോ, അതുപോലെ തന്നെ റീഡബിൾ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, ഡിസൈഡ് ചെയ്യുന്നത് ഒരു UI ഡിസൈനറാണ്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, വിഷ്വൽ ഡിസൈനിങ്, അതായത് ലുക്ക് ആൻഡ് ഫീലിലാണ് ഒരു UI ഡിസൈനറുടെ ജോബിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. UX ഡിസൈൻ, നമ്മളെല്ലാവരും പല രീതിയിലുള്ള വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലേ? നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സാധാരണ തോന്നാറുള്ളത്? അത് ഈസി ആണോ, അതുപോലെ തന്നെ അത് ആണോ, ഞാൻ എന്ത് പർപ്പസിന് വേണ്ടിയാണോ ഈ ആപ്ലിക്കേഷനിലേക്ക് വന്നിരുന്നത്, എനിക്ക് സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്? അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, UX ഡിസൈനേഴ്സ് റിസർച്ചിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു യൂസറുമായിട്ട്, ആരാണോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്, അവരെ ഇന്റർവ്യൂ ചെയ്യുക, വയർ ഫ്രെയിം ചെയ്യുക, പ്രോട്ടോടൈപ്പിംഗ് ചെയ്യുക, അതായത് ആ
യൂസ് ചെയ്യുന്ന വ്യക്തിനെ ഒബ്സർവ് ചെയ്ത് അവരുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന വ്യക്തികളെയാണ് യൂസർ എക്സ്പീരിയൻസ് അഥവാ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ എന്ന് പറയുന്നത്. അതായത് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ലോജിക്കിനും അതുപോലെ എമ്പതിയും ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ്ങും യൂസർ അണ്ടർസ്റ്റാൻഡിങ് അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഫോക്കസ്. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ ലോജിക്ക് ഉപയോഗിച്ചുള്ള കരിയർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദിസ് വൺ ഫോർ യു. പ്രോഡക്റ്റ് ഡിസൈൻ ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഒരു പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ യൂസർ ഇന്റർഫേസ് പ്ലസ് യൂസർ എക്സ്പീരിയൻസ് പ്ലസ് കുറച്ചും കൂടി ബിസിനസ്സിനെയും അറിഞ്ഞിരിക്കണം. കുറച്ചും കൂടി അല്ല, നല്ല രീതിയിൽ. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷനിലേക്ക് ഒരു പുതിയ ഫീച്ചർ ആഡ് ചെയ്യുമ്പോൾ അത് ആ കമ്പനിക്ക് ലാഭകരമാകുമോ, അതുപോലെ തന്നെ ലോങ് ടേമിൽ ആ പ്രൊഡക്റ്റ് സർവൈവ് ചെയ്യാൻ സാധ്യതയുണ്ടോ, മാർക്കറ്റിംഗ് ആയിട്ടുള്ള ടീമുമായിട്ടും അതുപോലെ തന്നെ ഡെവലപ്പേഴ്സുമായിട്ട് കൂടിച്ചേർന്ന്, അതായത് അവരുമായി ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ആ പ്രൊഡക്റ്റിനെ മൊത്തത്തിൽ, അതായത് ഓവറോൾ ആ പ്രൊഡക്റ്റിനെ അത് ബിൽഡ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ അത് പ്രോഫിറ്റബിൾ ആക്കിയെടുക്കാനും ചെയ്യുക എന്നതാണ് ഒരു പ്രൊഡക്റ്റ് ഡിസൈനറിന്റെ ഒരു ജോലി. അതായത് ഒരു ഡിജിറ്റൽ വേൾഡിലെ ആർക്കിടെക്റ്റിനെയാണ് പ്രൊഡക്റ്റ് ഡിസൈനർ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. എന്താണ് ഈ 3 ജോബ് റോളും തമ്മിലുള്ള ഡിഫറൻസ്? നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഗ്രാഫിക്സ്, കളേഴ്സ് അതുപോലെ വിഷ്വൽസിലാണ് കൂടുതൽ ഇൻട്രസ്റ്റഡ് എങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് UI ഡിസൈൻ ഈസ് യുവേഴ്സ്. നിങ്ങൾക്ക് സൈക്കോളജി, റിസർച്ച്, പ്രോബ്ലം സോൾവിംഗ് ഇതിലേക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എങ്കിൽ UX ഡിസൈൻ തിരഞ്ഞെടുക്കാം. ഇനി നിങ്ങൾക്ക് ബിസിനസ്സും ഡിസൈനും ഇതും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഇഷ്ടമെങ്കിൽ പ്രൊഡക്റ്റ് ഡിസൈൻ ആണ് ബെസ്റ്റ് ചോയ്സ്. പലപ്പോഴും കമ്പനികൾ അനുസരിച്ച് ഈ ഒരു റോൾസുകളെല്ലാം ഓവർലാപ്പ് ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ സ്റ്റാർട്ടപ്സുകൾ ചിലപ്പോൾ നിങ്ങളെല്ലാം ആസ് എ ജനറലിസ്റ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. ലാർജർ കമ്പനികൾ ചിലപ്പോൾ നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കും? ഒന്ന് പോൾ ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ എന്തുകൂടെ എന്നുകൂടി പറയുക. അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കരിയർ ചൂസ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ്. ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടി നിങ്ങൾക്ക് ഇനി UI ഡിസൈൻ മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല. നിങ്ങളുടെ സ്കിൽസുകൾ ഇനി നന്നായി അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഹ്യൂമൻ സെന്റേഡ് ഡിസൈൻ ആൻഡ് സ്ട്രാറ്റജിക് തിങ്കിങ് ഇതാണ് ഇനിയുള്ള ഫ്യൂച്ചർ ട്രെൻഡ് എന്ന് പറയുന്നത്. സോ ബേസിക് ആയിട്ട് നിങ്ങൾ ഈ കൺസെപ്റ്റുകളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തുടങ്ങണം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസുകളും അപ്ഗ്രേഡ് ചെയ്ത് തുടങ്ങണം. ഡിസൈൻ എന്ന് പറഞ്ഞത് ഒരു ജോലി മാത്രമല്ല, ശരിക്കും പറഞ്ഞത് അതൊരു ലൈഫ് സ്റ്റൈലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ മുഖേന ഈ ലോകത്തുള്ള ഒരുപാട് ആളുകളുടെ ലൈഫിനെ ചേഞ്ച് ആക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതൊരു ബിസിനസ് ആപ്ലിക്കേഷൻ ആയിരിക്കാം, റിയൽ എസ്റ്റേറ്റ് ആപ്ലിക്കേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഹെൽത്ത് കെയർ ആപ്ലിക്കേഷൻ ആയിരിക്കും. എന്ത് തന്നെ ആയാലും ഒരുപാട് ആളുകളുടെ ലൈഫിനെ, ഡേ ടു ഡേ ലൈഫിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവരുടെ വർക്കിനെ ഈസി ആക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഡിസൈനർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ടോപ്പിക് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. കീപ് ഡിസൈനിങ്, കീപ് ഗ്രോവിങ്.